എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കൃത്യമായിട്ട് തന്നെ കാണണം, കൃത്യമായി കാണണം. ഭക്ഷണ സാധനമാണ് ആ ചവിട്ടുന്നത്, ഭക്ഷണ സാധനമാണ്. ആ ചവിട്ടുന്നത് വെറും പപ്പടമാണോ പൂരിയാണോ എന്തു തന്നെയായാലും ചവിട്ടുന്നത് ഒരു ഭക്ഷണമാണ്. ഇത് എവിടെ, ഏത് സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൽ ഏത് ജില്ലയിൽ നടക്കുന്ന ആചാരമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായ ഒരു വേദന, ഒരു സങ്കടം പറയാമെന്നൊക്കെ വെച്ചു. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ കൊടുക്കുന്നത്. എനിക്ക് ഈ ആചാരത്തോട് ഒട്ടുമേ ഇഷ്ടമായില്ല. കേരളത്തിൽ എന്തോരം ആചാരങ്ങളുണ്ടായിരുന്നേ. ആചാരങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു നാടല്ലേ നമ്മുടെ കേരളം. തൊട്ടുകൂടായ്മ ഒരാചാരമായിരുന്നു, തീണ്ടിക്കൂടായ്മ ഒരാചാരമായിരുന്നു, അല്ലേ? വഴി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടുത്തെ ദളിതർക്കുണ്ടായിരുന്നത് ഒരാചാരമായിരുന്നു. മാറ് മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഒരു ആചാരമായിട്ട് കൊണ്ടുനടന്നിരുന്നു. ഇങ്ങനെ എന്തോരം ആചാരങ്ങൾ. മരിച്ചു പോയാൽ വീട്ടിനകത്ത് തന്നെ കിടന്നോളണം, ആ ഒരു ജീവിതം അവസാനിക്കുന്നവരെ എന്ന് പറയുന്ന കേരളത്തിന്റെ ആചാരമായിരുന്നു. ഇങ്ങനെ എന്തോരം നെറികെട്ട ആചാരങ്ങളാണ് കേരളത്തിൽ മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യർ മാറ്റിയിട്ടുള്ളത്. മാറിക്കഴിഞ്ഞപ്പോഴല്ലേ അതെല്ലാം വൃത്തികെട്ട ആചാരങ്ങളായിരുന്നു എന്ന് മനസ്സിലായത്. സതി എന്ന് പറയുന്നത് ഒരു ആചാരമായിരുന്നു, അല്ലേ? സതി നിർത്തലാക്കിയപ്പോൾ മാത്രമാണ് അതെന്തൊരു മോശപ്പെട്ട ആചാരമാണെന്നുള്ള തോന്നലിലേക്ക് ആളുകൾ കയറിയത്, ആളുകൾ കടന്നുകൂടിയത്. അപ്പോൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതോ ഒരു സ്ഥലത്ത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ഭക്ഷണം ചവിട്ടി നേരാക്കുന്ന, ചവിട്ടി മെതിക്കുന്ന ഒരു ആചാരം. അതും ഷർട്ടൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇത് വല്ല ക്ഷേത്രത്തിൽ ആചാരമൊന്നും അറിയില്ല. ഷർട്ടൊക്കെ അഴിച്ചിട്ട് നിൽക്കുന്നൊരു പപ്പടമാണ് ആ വിളമ്പിയിരിക്കുന്നത്. ഇനി പൂരിയാണെന്ന് അറിയില്ല, എന്തായാലും പപ്പടമാണ്, ഒരു ഭക്ഷണ സാധനമാണ്. അതിൻ്റെ മേലെ ചവിട്ടിയിട്ട് അത് മുഴുവൻ തച്ചുടയ്ക്കുക എന്ന് പറയുന്നൊരാചാരം. അതിൻ്റെ ഏറ്റവും മേലെ ഓരോരോമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ഞാനതൊന്നും വായിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ബാബുരാജ് എന്ന് പറയുന്നതും, ഹരിചന്ദ്ര എന്ന് പറയുന്നതും, ബിജു ഗോവിന്ദപിള്ള എന്ന് പറയുന്നതും, മുരളീധരൻ എന്ന് പറയുന്നതും, വിരാജ് രാജ് എന്ന് പറയുന്നതും, മുരളീധരൻ എന്ന് പറയുന്ന വേറൊരാള്, സുധീഷ് പി മോഹൻ എന്ന് പറയുന്ന ഒരാള്. ഞാനിങ്ങനെ പേരുകൾ വായിക്കുന്നത് ഇതിനിടയിൽ കമന്റ് അടിച്ച ആളുകൾ മുസ്ലിങ്ങളൊന്നുമില്ല. 100%, ഒരു പക്ഷേ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ തന്നെയാണ്. അവരെല്ലാം പറയുന്നത് ഇതെന്ത് തേങ്ങയിലത്തെ ആചാരമെന്നാണ്. വേണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചോളൂ. മോശമായിട്ടുള്ള ചില കമന്റുകൾ നിങ്ങൾക്ക് വായിക്കാൻ തന്നു എന്നൊന്നും ആരും വിചാരിക്കരുത്. പക്ഷേ ഇത് നിങ്ങളൊന്ന് വായിക്കണം. ഇന്നൊരു ഭക്ഷണ സാധനം ഇങ്ങനെ ചവിട്ടിയാൽ എന്തൊക്കെയോ ഗുണം കിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെയോ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുകയും മറ്റും ചെയ്യുന്ന ഒരാളുകൾ ഭാവിയിൽ ആ ഭക്ഷണ സാധനത്തിന്റെ സ്ഥാനത്ത് കുട്ടികളെ കൂടിയിട്ട് ചവിട്ടാൻ പറഞ്ഞ ചവിട്ടും. ഇപ്പോഴും നമ്മുടെ മഹത്തായ ഇന്ത്യയിൽ തിളച്ച എണ്ണയിലും തിളച്ച പാലിലും കുഞ്ഞുങ്ങളെ മുക്കുന്ന ഏർപ്പാടുകളുണ്ട്. ഉയരത്തുനിന്ന് കുഞ്ഞുങ്ങളെ താഴത്തേക്ക് ഇട്ടു കൊടുക്കുന്ന കുറെ ചടങ്ങുകളുണ്ട്. തീയിന്റെ മേലെ കൂടി നടത്തിപ്പിക്കുന്ന പരിപാടികളുണ്ട്. ശരീരത്തിൽ ഇങ്ങനെ തോലില് കൊളത്തി വലിക്കുന്ന ഒരു ആചാരങ്ങളുണ്ടാകും. ഇങ്ങനെ എന്തോരം ആചാരങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഇല്ലാതായി എന്നറിയാവോ. ഇതെല്ലാം പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ആചാരങ്ങളൊക്കെ അപ്പുറത്ത് മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത്തരം ഒരു മാറ്റത്തിലേക്ക് നമ്മളൊക്കെ എത്തിയത്. അങ്ങനെ മാറേണ്ടതല്ലേ? നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്തോരം പിള്ളേർ, എത്രത്തോളം ആളുകൾ ഭക്ഷണം കിട്ടാതെ അലയുന്നുണ്ടെന്നറിയോ. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാം. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ എന്തായാലും ഉണ്ട്, ഉത്തരേന്ത്യയിൽ എന്തായാലും ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ ലോക രാജ്യങ്ങളൊക്കെ അത്തരം ആളുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ആഫ്രിക്കൻ നാടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് ആക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഭീകരമാണ്. ആ കുട്ടികളൊക്കെ പാത്രങ്ങളുമായിട്ടൊക്കെ അവർ നിൽക്കുന്ന ഒരു നൃത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിപാടിയും ചെയ്യാൻ തോന്നില്ല. എന്തായാലും ഇത് എഴുതി വെച്ചിരിക്കുന്നത് പൂക്കി മേനോൻ സംഘപരിവാർ ഭരണത്തിൽ റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്ന കേരളം. ഇതൊരു റിവേഴ്സ് ഗിയർ തന്നെ അല്ലേ? ഇതിനൊക്കെയല്ലേ നമുക്ക് ശരിക്കും ഇല്ലാണ്ടാക്കേണ്ടത്?
ഈ ഒരു ഭക്ഷണ സാധനം പപ്പടായാലും എന്തായാലും അത് ചവിട്ടിപ്പൊടിക്കുന്ന ഈ ആചാരങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കൂടെ? അങ്ങനെയൊക്കെ എത്തണ്ടേ? അത്ര മാറ്റങ്ങൾ കൂടി സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറുന്നേ ഉള്ളൂ. എന്റെ സംശയം ഞാൻ പങ്കുവെച്ചു എന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി തന്നെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ബൈ.